ഒരാളുടെ കുറവുണ്ടല്ലോ സിത്താരെ. പെട്ടെന്ന് തൊട്ടടുത്ത് നിന്നൊരാളെ കാണാതെ വരുമ്പോ ചോദിക്കാതെ പറ്റില്ലല്ലോ. അതേച്ചാ കുറെ നേരമായിട്ട് സിനിയെ കാണുന്നില്ല, ഞാനും കരുതി. സിനിയുടെ കാര്യമാണോ ഉദ്ദേശിച്ചേ? സിനിയല്ലാതെ വേറെ ആരാ സിത്താരയുടെ കൂടെയുള്ളത്? അതിപ്പോ വേറെ ആരില്ല. എന്നാലും പെട്ടെന്ന് സംസാരത്തിന്റെ രീതിയൊക്കെ കേട്ടപ്പോ അമ്മയോട് നമ്മൾ കുറച്ചുകൂടി വൈകുമെന്ന് പറയാട്ടോ. താനത്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. അത് പിന്നെ ഞാൻ ഹലോ മാഡം, ഈ വിവാഹ നിശ്ചയം വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനെ ചുമ്മാ അടുത്ത് നിന്നാ മാത്രം പോരാ. ദേ വേണമെങ്കിലേ ഈ മധുര ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. ആഹാരം കഴിക്കുമ്പോഴേ ആരും അറിയാതെ വിരലേ കടിക്കുക, അങ്ങനെ ചില പരിപാടികളൊക്കെ ആകാം കേട്ടോ. എന്താ മാണിക്കുഞ്ഞിത്? ഒരു നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെയാ സംസാരിക്ക? അയ്യേ, അതിന് നാണിക്കുന്ന എന്തിനാ അമ്മ? അവര് കല്യാണം കഴിച്ചവരല്ലേ. പിന്നെ ഈ പ്രീ വെഡിങ്ങിന് പിള്ളേരൊക്കെ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അയ്യോ, നാണം വന്നു പോവും. എന്നിട്ടാ കല്യാണം കഴിഞ്ഞ് 1 വർഷമായ ചെറുക്കനും പെണ്ണും ചുമ്മാ വെറുതെ നിങ്ങൾ കൊടുത്തോന്നേ. എന്റെ പൊന്നു മാണിക്കുഞ്ഞ്, താൻ ഈ വിഷയത്തിൽ ഇടപെടണ്ട. താൻ ഇടപെട്ട എന്താ കുഴപ്പമെന്നറിയോ? താൻ എന്നെ പിള്ളേരുടെ കോലത്തിൽ ചെന്ന് എത്തിക്കും, അല്ലേ കഥ? എനിക്കറിയില്ല. ഗാഥ മാഡം, ഇവിടെ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറിയെന്നല്ലോ. എത്ര നേരമെന്ന് വെച്ചാ അതും കണ്ടോണ്ട് നിക്കുന്ന. ഞാൻ ചാവുന്നത് വരെ അവളെ നോക്കി നിൽക്കുന്നതാ എനിക്കിഷ്ടം. സാറേ, ഇതിനു മുമ്പ് സാർ എന്താ പറഞ്ഞത്? 18 19 വയസ്സുള്ള പിള്ളേരെ വഴിതെറ്റിക്കാൻ ഞാനായിട്ട് സാറിനെ നിർബന്ധിക്കുന്നു. ഇപ്പൊ സാറ് ഇത് എന്തോന്നാ? ഞാൻ പറഞ്ഞപ്പോഴായിരുന്നല്ലോ സാറിന് കുഴപ്പം. ഇപ്പൊ കയ്യിലിരിപ്പ് കണ്ടില്ലേ? അതെ, ഭാര്യ ഭർത്താക്കന്മാരായി ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനൊരു കുഴപ്പമില്ലെന്നേ. അച്ഛാ, അമ്മേ, അച്ഛനും അമ്മയൊക്കെ പണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നു. ഇനി കണ്ടു നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. ചിലപ്പോ ഞാനങ്ങോട്ട് ഓടി ചെന്നിരിക്കും. ഗാഥമോൾ എന്താ കൂടെ കൂടെ സിത്താരെ നോക്കുന്നേ? അതൊന്നുമില്ലമ്മേ. അത് വേറൊന്നുമല്ല സുമിത്ര. ഇന്നലെ ഞാൻ അവളെ കുറച്ചൊന്ന് ഉപദേശിച്ചായിരുന്നു, ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. ഈ നിൽക്കുന്ന ഗാഥയ്ക്ക് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല സിത്താരെ. വേറൊരു ഗാഥയില്ലേ, ഉപദേശം അവക്കാ വേണ്ടത്.